ശരിക്കും നമ്മളുടെ ലൈഫിൽ ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഓക്കെ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. കാരണം ശരിക്കും ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പോണ ഒരു വഴിയാണ്. അപ്പം ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്ക് എത്തി. ടിക്കറ്റില്ല, മസനഗുഡി വഴി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യം ഇല്ലെങ്കിൽ അവിടെ എത്തും. ആനേനല്ലേ ഇത് കാണണം, എനിക്ക് ആനേനെ കാണണം, പുലീനെ കാണണം. ഏതോ ഊട്ടിയിട്ട് കയറിയോണ്ട് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഹലോ ഗൈസ്, അപ്പോൾ വേറ്റ് സൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷ്യാം. അപ്പോൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. ബട്ട് അതൊക്കെ പതിവ് പോലെ തന്നെ പ്ലാൻ ചെയ്യൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പോകാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇനി പ്ലാനിങ് ഇല്ല, പെട്ടെന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനിങ് കിട്ടും. സോ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഈ ഒരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് രാവിലെ 3 മണിക്ക് തന്നെ പെരുന്തൽമണ്ണയിൽ നിന്ന് ഇറങ്ങിട്ടോ. നല്ല തണുപ്പാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ എടക്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. സോ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട് ദിനേഷും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ ഇനി ബോർഡർ കയറാൻ പോവുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റുക ഹെയർ പിന്നിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചുരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നുള്ളതിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും അപ്പോൾ നമുക്ക് പോയോക്കി നോക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, ബ്ലോക്കൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 150 കിലോമീറ്ററാണ് കേട്ടോ ഊട്ടിക്ക് വരുന്നത്. ഇനി മസനഗുഡി വഴി ചുറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 കിലോമീറ്റർ വ്യത്യാസമേ വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഒരു നിലമ്പൂർ എത്തിയ ശേഷം തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ബോർഡറാണ്. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് ചെക്കിങ്ങൊന്നും ഇല്ല. പോകുമ്പോഴൊന്നും അങ്ങനെ വലിയ ചെക്കിങ്ങൊന്നും ഇല്ല. വരുന്ന ടൈമിൽ പിന്നെയും കുറച്ച് ചെക്കിങ്ങൊക്കെ ഉണ്ടാവലുണ്ടെന്നാണ് പറയാറ്. ഓക്കെ, അങ്ങനെ ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആൾറെഡി ഈ പാസ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. സോ അതൊക്കെ എല്ലാ കാര്യങ്ങളും കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പോണ വഴിക്ക് ഗൂഡല്ലൂരിൽ നിന്ന് മസനഗുഡി വഴി പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഇത്രയും ദൂരം പോവുകയാണ്. ആ റൂട്ടും സാധാരണ പോണ റൂട്ടും തമ്മിൽ ആകെ 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. സോ അങ്ങനെ മസനഗുഡി തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളുടെ നീലഗിരി ഹിൽ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. തണുപ്പ് കുറച്ച് കൂടി വരുന്നുണ്ട് എന്തായാലും. സോ ബട്ട് എന്നാലും മഞ്ഞിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഒന്നും അധികം കാണാനൊന്നുമില്ല. പിന്നെ വണ്ടീൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. സോ പിന്നെ ഫ്രണ്ടും ഉണ്ടായതുകൊണ്ട് അവൻ ഡ്രൈവ് ചെയ്യണതും കൊണ്ട് വ്ളോഗ് എടുക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഒരുപാട് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് ബോർഡൊക്കെ കാണുന്നുണ്ട്. ഈ രാവിലെ സമയമായതുകൊണ്ട് അങ്ങനെ എലിഫൻസിനൊന്നും അധികം ഉണ്ടാവാറില്ല സാധാരണ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂസാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ. നല്ല ഭംഗിയാണ്. കാണാം ഒരുപാട് ലോറികളൊക്കെ ഈ സമയത്തുണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്. വാവ്, സൂപ്പറായിട്ടുണ്ട്. വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. സോ ബാക്കിൽ കാറുകാരുണ്ട്, അവരൊന്നും ഓവർടേക്ക് ചെയ്ത് പോകണില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊന്നും ഓവർടേക്ക് ചെയ്തിട്ടൊന്നും പോകണില്ല. അവരും ഞങ്ങളെപ്പോലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് സിനിമാറ്റിക് മോഡിൽ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഗോപ്രോയിലാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കാണാം ഈ സൈഡത്തെ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ, ആ ഒരു മുളയുടെ മരമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് സിനിമാറ്റിക്കിൽ എടുക്കുമ്പോൾ. നമ്മുടെ ബാക്കിൽ പറഞ്ഞ കാറാണ് മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അതിൽ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു അതിഥീനെ കണ്ടിട്ടുണ്ട്. ഒരു സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. സാധാരണ കുരങ്ങന്മാരൊക്കെ ഒരുപാട് എണ്ണത്തിന് കാണുന്നുണ്ട്. ബട്ട് അങ്ങനെ സിംഹവാലൻ കുരങ്ങിനൊന്നും കാണാറില്ല. ആൻഡ് പിന്നെന്താ, നമ്മളുടെ നാട്ടുകാരെ മുന്നിൽ പോകുന്നുണ്ട്. ഒരു KL 53 വണ്ടി ഉണ്ട് മുന്നിൽ, പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ.
ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും കുറച്ചിങ്ങനെ കോട അങ്ങനെ കയറി വരുന്നുണ്ട്. ആൻഡ് തണുപ്പും കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏലം തോട്ടങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് എത്തുമ്പോഴേക്കും ഒന്നും കൂടി തണുപ്പ് കൂടിയിട്ടുണ്ട്. ചെറിയ സ്ഥലങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു ബൈക്കുകാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സംസാരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവരും മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നും കൂടി ഇരുട്ട് കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. സോ മീൻസ് ആ ഒരു കോട ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പിന്നെ റോട്ടിക്കും ആ മരങ്ങളൊക്കെ നിൽക്കണേ കൊണ്ട് തന്നെ വഴിയൊക്കെ കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശരിക്കും ഇത് കൂടെ ഒരു ബൈക്കിൽ പോണതിൻ്റെ ആ ഒരു ത്രില്ല് ഒരു കാറിൽ പോയാൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് നമ്മൾ ഇതാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടും അതുപോലെ തന്നെ ആ ഒരു കാറ്റും ഒക്കെ അടിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് നേരെ വ്യൂസൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹെയർ പിൻസും അതുപോലെ തന്നെ ഒരുപാട് നല്ല വളവുകളൊക്കെയാണ്. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ബസ്സുകളൊന്നും കാണുന്നില്ല. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സുഖമുണ്ട്, നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. നാട്ടിലത്തെ ചൂടിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഊട്ടി എന്ന് പറയുന്നത്. വാവ്, നമുക്ക് വ്യൂസ് കാണാൻ പറ്റും. നമുക്ക് ഒന്നും കാണില്ല, ആക്ച്വലി മഞ്ഞ് കൂടി വരുന്നുണ്ട്. നല്ല വ്യൂസാണ്. നമ്മൾ നിലമ്പൂർ കഴിഞ്ഞിട്ട് ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ചെടുത്തുമ്പോൾ തന്നെ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല വ്യൂസാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഏലം തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആൻഡ് ഈ ഒരു പോണ ഒരു ജേണി എന്ന് പറഞ്ഞാൽ അത് എത്രയിലും ഒന്ന് ആസ്വദിക്കേണ്ട ജേണി തന്നെയാണ് കേട്ടോ. ഓക്കെ, ബൈക്കിൽ തന്നെ നമ്മൾ പോകണം. ആ ഒരു ബൈക്കിൽ പോണ ഒരു എഫക്റ്റ് കാറിൽ പോയാൽ എന്തായാലും കിട്ടില്ല എന്ന് തന്നെ ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് റോഡ് തന്നെ സത്യം പറഞ്ഞാൽ നേരെ കാണില്ല കേട്ടോ. കാരണം അമ്മാതിരി മഞ്ഞ് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വ്യൂസ് പോലും നേരെ അറിയണില്ല. എന്തായാലും നമ്മളുടെ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് എന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് വരാനൊക്കെ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വഴിയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, വാവ്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മഞ്ഞ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഗോപ്രോയിൽ എടുക്കുമ്പോൾ അറിയണില്ല. സോ എന്തായാലും നമുക്ക് റോഡ് പോലും സത്യം പറഞ്ഞാൽ നേരെ കാണാത്തൊരവസ്ഥയാണ്. ശരിക്കും നമ്മളുടെ ലൈഫിൽ ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഓക്കെ, ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. കാരണം ശരിക്കും ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പോണ ഒരു വഴിയാണ്. സോ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികളും കാറുകളും ബൈക്കും ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട് അവിടെയൊക്കെ. വാവ്, നമുക്ക് കാണാൻ പറ്റും ഫുള്ള് മഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മസനഗുഡി വഴി അങ്ങനെ ഊട്ടി പോയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അത് കൂടെ ഒന്ന് ഇറങ്ങി നോക്കാമല്ലേ. എപ്പോഴും നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സിനിമയിലും അതുപോലെ തന്നെ വേറെ ബ്ലോഗ്സിലൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലെ കൂടെയൊക്കെ നടന്നു പോകണമെന്നൊക്കെ എപ്പോഴും മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. സോ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കുക. ഏലം കാപ്പി തോട്ടങ്ങളൊക്കെയാണ് അധികം ഉണ്ടാവില്ലേ, കാപ്പി ചായ ഒക്കെ ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഓരോ കിളികളുടെ സൗണ്ടും ഈ ഒരു മഞ്ഞും അതൊക്കെ എത്ര പറഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ വ്ളോഗ്സൊക്കെ ബാക്കി ഇനിയും വരുന്നുണ്ട്. നിങ്ങളെന്തായാലും കാത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക.